സിനിമയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ വരവ് വളരെ പെട്ടെന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വരികയും അദ്ദേഹം എല്ലാം വെച്ചടി അദ്ദേഹത്തിന് കയറ്റമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല വാർത്താ സമ്മേളനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും വളരെ കരുതലോടുകൂടി പറയുന്ന ആളായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു പരാമർശം അത് വലിയൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് നടനാണെന്നോ അല്ലെങ്കിൽ അത് നിവിൻ പോളിയാണെന്നോ കുഞ്ചാക്കോ ബോബനാണെന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയം ജനങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അദ്ദേഹത്തിന് നിർമ്മിച്ച ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ് ഇങ്ങനെ ഒരു പ്രസംഗം വെച്ചത്. അദ്ദേഹം പറയുന്നത് ആ നടന് മനസ്സിലായാൽ മതി, ഞാനതേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ആ നടന് മനസ്സിലായാൽ മതിയെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. ഒരു പൊതു സദസ്സിൽ പറയുമ്പോൾ അതിന് സംശയങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ ഉഴവൂർക്കാരനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്. 22 വയസ്സിലും മറ്റേ സിനിമാ നിർമ്മാതാവായാണ്. പിന്നീട് അങ്ങോട്ട് നല്ല ബിസിനസ്മാനാണ്. അവിടെ അദ്ദേഹം എടുത്ത സിനിമകൾ ഒരുപാട് വിജയിച്ചു. അപ്പോൾ സിനിമാ രംഗത്ത് തന്നെ ഈ അസൂയാലുക്കൾ കൂടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഏതോ ഒരു ക്ലബിലേക്ക് അനിയനെ തിരഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ആ തുക കൊണ്ടാണ് ആദ്യ ചിത്രം നിർമ്മിച്ചത്. അത് വൻ വിജയമായി. പിന്നീട് അങ്ങോട്ട് വെച്ചടി വളരെ കരുതലോടുകൂടിയുള്ളൊരു നിർമ്മാണ രംഗത്തേക്കുള്ള വരവായിരുന്നു. അദ്ദേഹം നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഈ ഒരു സിനാരിയോ എല്ലാം ഒന്നല്ല. സിനിമയ്ക്ക് നല്ല ബിസിനസ് നടക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയം, തിയേറ്ററിൽ ഓടുകയൊക്കെ ചെയ്യുന്ന സമയം. അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം വിജയ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അദ്ദേഹം എന്ന് പറയുന്ന ബിസിനസ്മാനെ കാണുന്നത്, അദ്ദേഹം 40ഓളം തിയേറ്ററുകളുണ്ട് സ്വന്തമായിട്ട്. ഇവിടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ, റീ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എല്ലാം ഉണ്ട്, സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നുണ്ട്. മാത്രവുമല്ല മദ്രാശിയിൽ നിന്നും പണം കൊണ്ടുവന്ന് ഇവിടെ ചിലർക്ക് കൂടിയ പലിശയ്ക്ക് കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞു ഇതിനൊന്നും. തമിഴ് പടങ്ങളും നിർമ്മിക്കുന്നുണ്ട്. തമിഴ് പടങ്ങൾ കമലഹാസനുമായിട്ട് വളരെ ചെറുപ്പത്തിലേ പോയി സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. ധനുഷുമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞ സിനിമാ രംഗത്ത് ഇത്രയും വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കണം. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം വന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വനിതാ നിർമ്മാതാവിൻ്റെ ആരോപണമുണ്ടായി. ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയെ കീഴടക്കാൻ പോവുകയാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററാണ്. ഇനി ചേംബറിലേക്ക് കൈ കടത്താൻ പോകുന്നു, ആധിപത്യം നേടാൻ പോകുന്നു. അത് അദ്ദേഹത്തിന് മിടുക്കാണെന്ന്. എന്താണ് വനിതാ നിർമ്മാതാവിൻ്റെ കുശുമ്പ്? അവരെടുത്ത സിനിമകൾ പരാജയപ്പെട്ടു, ഇയാളെടുക്കുന്ന സിനിമകൾ ഓടുന്നു. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു, ആ സ്ത്രീക്കും ഞാൻ പണം കൊടുത്തിട്ടുണ്ട് സിനിമ നിർമ്മിച്ചപ്പോൾ. അത് ഇയാൾ പലിശയ്ക്കാണെങ്കിലും ഇയാളെപ്പോലെ ഒരാൾ ഉള്ളത് കൊണ്ടല്ലേ നടന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഇപ്പോൾ വന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നത്, അത് അവരെല്ലാ കാലത്തും അങ്ങനെയാണ്. സിനിമാ രംഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പൗർണമി നാളിൽ ഏതോ ഒരു തേരട്ടെയോ എന്തോ വരുന്നത് പോലെ ഇവര് വളരെ പരുഷമായിട്ട് പറഞ്ഞിരുന്നു, സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും എൻ്റെ അറിവനുസരിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, അത് കുഞ്ചാക്കോ ബോബനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ബേബി ഗേൾ എന്ന് പറഞ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയ്ക്ക് ഏതാണ്ട് കളക്ഷൻ എഴുതിയപ്പോൾ അതൊരു ചെറിയ പ്രശ്നമുണ്ടായി. അതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ട്രഷററായിരുന്നു ആ സംഘടനയുടെ. അതുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ ആ പടത്തിൽ അഭിനയിച്ചില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകേൾവികളാണ്, ഓരോരുത്തരുണ്ടാക്കുന്ന സ്റ്റോറിയാണ് എന്ന് പറയുന്നു. എന്നാൽ വേറെ ചിലർ പറയുന്നു നിവിൻ പോളി ആ സിനിമയിൽ നിന്നും പോയി, അവിടെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. പോയതിൻ്റെ കാരണം നിവിൻ പോളി ആരോടോ പറഞ്ഞെന്ന് പറയുന്നു, അവിടെ കഞ്ചാവ് പിടിച്ചു, ഏതോ ഒരു ഫൈറ്റ് മാസ്റ്ററുടെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. അതിനെതിരെ പ്രൊഡ്യൂസർ പ്രതികരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നു. ഇതുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേട്ടുകേൾവികളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കഥകളുമാണ്. സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്ത് കഥകളും ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു വലിയ ചാനലിന് കൊടുത്ത ലിസ്റ്റിൻ സ്റ്റീഫൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ വനിതാ നിർമ്മാതാവിന് മറുപടി കൊടുക്കുന്നില്ല, നിവിൻ പോളിയാണ് ആ കക്ഷിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് മറ്റു പലരുടെയും ഭാവനയാണ്. ഞാൻ പറയാനുള്ളത് സമയത്ത് പറയുമെന്ന് പറയുന്നു. എൻ്റെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് നാളെ ലിസ്റ്റിൻ സ്റ്റീഫൻ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് വലിയൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഞാൻ ഈ രാഷ്ട്രീയത്തിലെ ചില കാര്യം പറഞ്ഞ പോലെയാണ്, ചില സീനിയർ ആയിട്ടുള്ളവർക്ക് ഇവൻ കൊച്ചു പയ്യനല്ലേ, ഇവൻ വന്നിട്ട് സിനിമ അങ്ങ് കീഴടക്കുകയാണെന്ന് തോന്നുന്ന ചില വികാരമുണ്ട്. അതൊക്കെ അസൂയയിൽ നിന്നുണ്ടാകും. ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞത് അയാൾ പറയണ്ടേ. ഇവിടെ
ഒരു വലിയ നടൻ, മാർക്കറ്റുള്ള നടനാണ്. അഭിനയിക്കുന്ന സിനിമ 80 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. 140 ദിവസമായിട്ടും സിനിമ തീർന്നില്ല. പല ദിവസങ്ങളിലും MDMA ഒക്കെ അടിച്ചിട്ട് ഈ നായക നടൻ തീരുന്നില്ല, പോവും, ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ പോകും. എന്നിട്ടും ആ പ്രൊഡ്യൂസറോ ആരും ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ആ ആർട്ടിസ്റ്റിന് മാർക്കറ്റുണ്ട്, അയാളെ വെച്ച് ചെയ്താൽ ബിസിനസ് നടക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ആരെങ്കിലുമൊക്കെ ഇത് തുറന്നു പറയണ്ടേ? നീ എത്ര മാർക്കറ്റുള്ള നടനാണെങ്കിലും എനിക്ക് നിന്നെ വേണ്ട, നീ ലഹരി ഉപയോഗിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ നീ സമയത്ത് ലൊക്കേഷൻ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കുകയാണ്, എന്നിട്ട് ഞാൻ പരസ്യമായി പറയും എന്ന് പറയുന്ന ശക്തരായ ആരെങ്കിലുമൊക്കെ വേണ്ടി വേണോ? ഈ ഒരു കാലഘട്ടത്തിൽ താരങ്ങളുടെ അധീനതയിലാണ് മലയാള സിനിമ എന്ന് പറയാറുണ്ട്. അതായത് മാർക്കറ്റുള്ള താരങ്ങൾ. അതെ, ആകെ 5-6 പേർക്കാണ് ബിസിനസ് നടക്കുന്നത്. അവരുടെ പുറകിലാണ് മലയാള സിനിമ മൊത്തം. അത് മലയാള സിനിമയ്ക്ക് ഒരു നല്ല കീഴ്വഴക്കമല്ല. അവർ ഡിസൈഡ് ചെയ്യും ആര് വേണം സംവിധായകൻ, ആര് വേണം തിരക്കഥാകൃത്ത്, ആരെൻ്റെ കൂടെ അഭിനയിക്കണം, ഇനി ആരാവണം നിർമ്മാതാവ്, ഒരു നിർമ്മാതാവ്. ഇതൊക്കെ സിനിമയിൽ സംഭവിച്ച കാര്യമാണ്. ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി ഈ നിർമ്മാതാവ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇല്ല, ആരാ സംവിധായകൻ കഥയെല്ലാം കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ സംവിധാനത്തോട് പറയാണ് ആ പ്രൊഡ്യൂസറെ അങ്ങ് മാറ്റി, എൻ്റെ കയ്യിലുണ്ട് പ്രൊഡ്യൂസർ. അതായത് ഓടുന്ന അല്ലെങ്കിൽ ഓടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് എൻ്റെ ഒരു സ്വന്തം ആൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ. സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടുക, വേറെ 100 നിർമ്മാതാക്കൾ വരും. ഈ ഒരു വർഷം ഇതിന്റെ പുറകെ നടന്ന് ഇവരെ കൊണ്ട് എഴുതിച്ച് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ നിർമ്മാതാവിനെ എടുത്ത് കളയുക. ഇത് മലയാള സിനിമയിൽ അത് മാത്രമല്ല, ഇപ്പൊ സംഭവിക്കുന്ന എല്ലാവരും നിർമ്മാതാവും. അത് ഈ നടന്മാരെല്ലാം നിർമ്മാതാക്കളായി മാറിക്കൊണ്ടിരിക്കുക. നിർമ്മാതാക്കളായത് എങ്ങനെയാണ് അതൊന്ന് ആലോചിക്കണം. OTT ബിസിനസ് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, കോവിഡിന് ശേഷവും പെട്ടെന്ന് OTT കോടികൾ കൊടുക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ താരങ്ങൾ വിചാരിച്ചു, എന്തിനാണ് ഞങ്ങൾ പുറത്ത് നിർമ്മാതാക്കളെ തരുന്നത്, ഇവിടെ നിന്ന് പണം കിട്ടും, കോടികൾ ലാഭമുണ്ടാക്കാം. എന്നിട്ട് മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ നിർമ്മാതാവല്ല, ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ച OTTക്ക് വേണ്ടി ഒരു 8 കോടി രൂപയെങ്കിലും ലാഭമുണ്ടാക്കിയ പ്രൊഡക്ഷനിൽ അത്രയും കോസ്റ്റ് കുറച്ച് സിനിമ ചെയ്തു. ഇതൊക്കെ അവര് വമ്പൻ കോർപ്പറേറ്റുകളില്ലേ, അവർക്കറിയാം. അങ്ങനെ അല്ല, അത് മാത്രമല്ല, ഇവർ നിർമ്മാതാവാകുമ്പോൾ ഇവർ സമയത്ത് വരുന്നു, എല്ലാം കൃത്യമായിരിക്കും. അത് നമ്മുടെ മെഗാസ്റ്റാർ ഉൾപ്പെടെ സ്വന്തം പ്രൊഡക്ഷൻ ആണെങ്കിൽ എല്ലാം കൃത്യമായിരിക്കും. അതെ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ OTTക്കാരെന്ത് ചെയ്തു? എല്ലാ കമ്പനികളും പേയ്മെന്റ് കുറച്ചു എന്ന് മാത്രമല്ല, എല്ലാ സിനിമകളും എടുക്കുന്നില്ല. പേപ്പർ വ്യൂ എന്ന് പറയും. അതായത് കാണുന്ന എത്ര പേര് കണ്ടോ അതിനുള്ള തിയേറ്റർ റിവ്യൂ എല്ലാം എടുത്തതിന് ശേഷം ഔട്ട്റേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ 30 കോടിക്കും 35 കോടിക്കും ഒക്കെ വലിയ സിനിമകൾ എടുത്തിരുന്നു. ഇപ്പൊ മാക്സിമം 15 കോടി രൂപയ്ക്ക് എടുക്കുന്നില്ല. ഇത് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഈ സിനിമാ പ്രവർത്തകർ തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സിനിമാക്കാർ തന്നെയാണ്. സിനിമാ വ്യവസായത്തെ നശിപ്പിച്ചതും സിനിമാക്കാരാണ്. മറ്റ് പുറത്തുനിന്ന് ഒരുപാട് കച്ചവടക്കാർ വന്നപ്പോൾ അവരെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുക എന്ന് പറയും, അതും ചെയ്തത് ഈ സിനിമാക്കാരാണ്. അതുകൊണ്ട് സിനിമാക്കാർ സൂക്ഷിക്കുക. ഈ ഇൻഡസ്ട്രി നശിച്ചു പോകാതെ ഇത് നിലനിൽക്കണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അതുകൊണ്ട് ലിസൺ സ്റ്റീഫനെ പോലുള്ള നിർമ്മാതാക്കൾ വരണം, അഭിപ്രായങ്ങൾ തുറന്നു പറയണം.